നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ പല ആളുകളിലും സ്നേഹം, ദയ, സമാധാനം ഇവയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനുമൊക്കെയുള്ള ഒരു താല്പര്യം ഈ ഒരു സമയം നിങ്ങളിൽ കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പഴയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്ന് തുറന്ന മനസ്സോടെ ഇരിക്കാനായിട്ട് പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം സമാധാനത്തോടെയും സന്തോഷത്തോടെയും പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ പഠനത്തിലോ ഒക്കെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുത്തിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി മികച്ചതാക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ആളുകളെയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം ശക്തി കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് പല കാര്യങ്ങളെയും നേരിടാനും പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയുള്ള ആ ഒരു ശക്തി, ധൈര്യം ഇവയൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹം, സമൃദ്ധി ഇവയൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു സമയം എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിലുള്ള ഏതൊരു തടസ്സത്തെയും അതിജീവിച്ച് മറികടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ ചില വഴികളിൽ കൂടി സാമ്പത്തിക സഹായം പലർക്കും വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴികളിൽ കൂടി പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ കൂടിയൊക്കെ ആയിരിക്കാം ആ ഒരു സഹായം കിട്ടുന്നത്. കൂടാതെ അപ്രതീക്ഷിതമായിട്ട് ചില സാഹചര്യങ്ങളിൽ കൂടിയും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പിന്തുണ, സംരക്ഷണം ഇവയൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ വളരെ ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഒന്നിലധികം അവസരങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാതെ വളരെയധികം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ ഒരു വിശ്രമം ആവശ്യമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഊർജ്ജസ്വലതയോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. പക്ഷേ നിങ്ങളിലെ നിലവിലെ എന്തെങ്കിലും മോശം സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ തിരക്കുകൾ കൊണ്ടുമൊക്കെ നിങ്ങൾക്കതിന് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ തൊഴിലിടങ്ങളിലായാലും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലായാലും നിരന്തരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ പിരിമുറുക്കങ്ങളുമൊക്കെ എത്ര ശക്തരായിട്ടുള്ള അല്ലെങ്കിൽ എത്ര ഊർജ്ജസ്വലരായിട്ടുള്ള ആളുകളെ ആയാലും തളർത്തുന്നതാണ്. അതിനാൽ തന്നെ അതിൽ നിന്നൊക്കെ കുറച്ചൊന്ന് മാറി ഒരു വിശ്രമം എടുക്കുകയാണെങ്കിൽ നിങ്ങളിലെ ആ ഒരു ഊർജം, ശക്തി ഇവയൊക്കെ വീണ്ടും നിങ്ങൾക്ക് തിരികെ പിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഇടങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ കഴിയുന്ന വ്യക്തികളുമായിട്ട് കൂടുതൽ ഇടപഴകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഒരു ഏകാന്തത, വിശ്രമം ഇവയൊക്കെ ആവശ്യമാണെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന തെറ്റായ ബന്ധങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യമായിട്ടുള്ള ആശയങ്ങൾ,
അതേപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്ന ചിന്തകൾ, ഇവയൊക്കെ വിട്ടുകളയാനുള്ള ദൈവികമായിട്ടുള്ള ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ തെറ്റായ വഴിയിൽ നിന്നും ശരിയായ വഴിയിലേക്ക് നയിക്കാനായിട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളെയൊക്കെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ തുറന്ന് പറയാനായിട്ടും നിങ്ങൾക്ക് കഴിയുമെന്ന് കാണുന്നുണ്ട്. കൂടാതെ പുതിയ തുടക്കത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു ഫലവും നിങ്ങളെ തേടി എത്തുന്നുണ്ട്. കൂടാതെ യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി ശരിയായ വഴിയിലേക്ക് മാറണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏത് മേഖലയിലായാലും അവിടെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ അവിടെ ഫലം കൂടുതൽ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ജോലി, പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിലായാലുമൊക്കെ അവിടെ നിങ്ങളുടെ കഴിവിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങളും അറിവുകളും കഴിവുകളുമൊക്കെ ചേർന്നാൽ അത് വിജയത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ സ്വീകരിക്കുക എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപക്ഷേ അത് നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് തന്നെ നയിച്ചേക്കാം എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ വളരെ ശക്തമാണെന്ന്. അതിനാൽ തന്നെ നിങ്ങളെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു കഴിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് ഇവിടെ പ്രപഞ്ചശക്തിയുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.